അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തജ്വീദ് നിയമങ്ങൾ. അഹ്കാമുൻ നൂനി സാക്കിനത്തി വത്തൻവീൻ. സുക്കൂനുള്ള നൂനും തൻവീനും. സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ഉച്ചാരണം ഒന്നായതിനാൽ അവയെ ബാധിക്കുന്ന നിയമങ്ങളും ഒന്ന് തന്നെയാണ്. സുക്കൂനുള്ള നൂനിനും തൻവീനിനും ശേഷം വരുന്ന അക്ഷരങ്ങളുടെ വ്യത്യാസമനുസരിച്ച് ഇൽഹാർ, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാ ഗുന്ന എന്നിങ്ങനെ 5 നിയമങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ നിയമമാണ് ഇൽഹാർ, വ്യക്തമാക്കൽ. സുക്കൂനുള്ള നൂനിനും തൻവീനിനും ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങളായ അലിഫ്, ഹംസ, ഹാ, ഐന്, ഹാ, ഗൈന്, ഖാ എന്നീ 6 അക്ഷരങ്ങളിൽ ഓരോന്നും വരുമ്പോൾ അവ രണ്ടിനെയും വ്യക്തമായി ഉച്ചരിക്കണം. അടുത്തതായി സാക്കിനായ നൂനിന് ശേഷം ഹൽക്കിൻ്റെ ലെറ്റേഴ്സായ 6 അക്ഷരങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹ്. ഇവിടെ മിൻ അഖീഹ് എന്നുള്ളിടത്ത് സാക്കിനായ നൂനിന് ശേഷം ഹൽക്കിൻ്റെ ലെറ്റേഴ്സായ അലിഫ്, ഹംസയാണ് വന്നത്. അവിടെ നമ്മൾ നൂനിനെയും അലിഫ്, ഹംസയെയും മണിക്കാനോ രാഗം കൊടുക്കാനോ പാടുള്ളതല്ല. അടുത്തത് അറഅയ്തല്ലദീ യൻഹാ. അവിടെ യൻഹ എന്നുള്ളിടത്ത് സാക്കിനായ നൂനിന് ശേഷം ഹൽക്കിൻ്റെ ലെറ്റേഴ്സായ ഹ ആണ് വന്നത്. അവിടെയും അതുപോലെ തന്നെ മണിക്കാനോ രാഗം കൊടുക്കാനോ പാടുള്ളതല്ല. അടുത്തത് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അവിടെ മിൻ അലഖ് എന്നുള്ളിടത്ത് സാക്കിനായ നൂനിന് ശേഷം ഐനാണ് വന്നത്. ഹൽക്കിൻ്റെ ലെറ്ററാണ്. ഇവിടെയും മണിക്കാനോ രാഗം കൊടുക്കാനോ പാടില്ല, വ്യക്തമായി ഓതണം. നെക്സ്റ്റ് ഫസൊല്ലി ലിറബ്ബിക വൻഹർ. ഇവിടെ വൻഹർ എന്നുള്ളിടത്ത് സാക്കിനായ നൂനിന് ശേഷം ഹ വന്നിട്ടുണ്ട്. ഹൽക്കിൻ്റെ ലെറ്ററാണ്. അവിടെയും ഇൽഹാർ ചെയ്യുമ്പോൾ മണിക്കാനോ രാഗം കൊടുക്കാനോ പാടില്ല, വ്യക്തമായി ഓതുക. അടുത്തത് വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഖില്ല്. ഇവിടെ മിൻ ഖില്ല് എന്നുള്ളിടത്ത് സാക്കിനായ നൂനിന് ശേഷം ഹൽക്കിൻ്റെ ലെറ്റേഴ്സായ ഗൈനാണ് വന്നത്. അപ്പോൾ അവിടെയും നമ്മൾ മണിക്കാനോ രാഗം കൊടുക്കാനോ പാടില്ല, വ്യക്തമായി ഓതുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. ലിമൻ ഖശിയ എന്നുള്ളിടത്ത് സാക്കിനായ നൂനിന് ശേഷം ഹൽക്കിൻ്റെ ലെറ്റേഴ്സായ ഖ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി തൻവീൻ വരുമ്പോൾ ഹൽക്കിൻ്റെ ലെറ്റേഴ്സിന് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് നോക്കാം. വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇവിടെ ഹാസിദിൻ ഇദാ എന്നുള്ളിടത്ത് തൻവീൻ കസ്റാണ് വന്നിട്ടുള്ളത്. ശേഷം അലിഫ്, ഹംസയാണ്. അവിടെയും വെളിവാക്കി ഓതുകയാണ് വേണ്ടത്, രാഗം കൊടുക്കാനോ മണിക്കാനോ പാടില്ല. നെക്സ്റ്റ് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാമുൻ ഹിയ. അവിടെ തൻവീൻ ദമ്മ വന്നിട്ടുണ്ട്. ശേഷം ഹാ വന്നിട്ടുണ്ട്. അവിടെയും വെളിവാക്കി ഓതണം. വലയാലിൻ അഷ്ർ. അവിടെ തൻവീൻ കസ്റാണ് വന്നിട്ടുള്ളത്. വലയാലിൻ എന്നുള്ളിടത്ത് ശേഷം ഐന് വന്നിട്ടുണ്ട്. അവിടെയും വെളിവാക്കി ഓതുക. തസ്ല നാറൻ ഹാമിയ. അവിടെ നാറൻ എന്നുള്ളിടത്ത് തൻവീൻ ഫതഹ് വന്നിട്ടുണ്ട്. ശേഷം ഹ വന്നിട്ടുണ്ട്. അവിടെയും വെളിവാക്കി ഓതുക, മണിക്കാനോ രാഗം കൊടുക്കാനോ പാടില്ല. ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും. ഖൗലൻ ഗൈറ എന്നുള്ളിടത്ത് തൻവീൻ ഫതഹിന് ശേഷം ഗൈന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും അതുപോലെ ഇൽഹാർ ചെയ്യുക, മണിക്കാനോ രാഗം കൊടുക്കാനോ പാടുള്ളതല്ല. വുജൂഹു യൗമ ഇദിൻ ഖാഷിയ. യൗമ ഇദിൻ ഖാഷിയ എന്നുള്ളിടത്ത് തൻവീൻ കസ്റക്ക് ശേഷം ഖ ആണ് വന്നിട്ടുള്ളത്, ഹൽക്കിൻ്റെ ലെറ്റർ. അപ്പോൾ അവിടെയും മണിക്കാനോ രാഗം കൊടുക്കാനോ പാടില്ല, വെളിവാക്കി ഓതുകയാണ് വേണ്ടത്. ഇത്രയുമാണ് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ഒന്നാമത്തെ നിയമമായ ഇൽഹാറിനുള്ള ഉദാഹരണങ്ങൾ.
ഇനിയും കൂടുതൽ തജ്വീദ് ക്ലാസ്സുകൾ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.